ഇപ്പൊ എല്ലാവർക്കും പിടിക്കണമെന്നില്ല. എനിക്കത് ഇതായിട്ടാണ് നമുക്കത് കണക്ട് ആവും. എനിക്കത് സങ്കടം വന്നിട്ടുണ്ടോ? എനിക്ക് ഫസ്റ്റ് അടിച്ചപ്പോ നല്ല വിഷമം വന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും അച്ഛൻ ഓർത്തിരുന്ന് കരയാറുണ്ടോ? ഇടക്കിടക്ക് രാത്രിയാകുമ്പോ. പൈസ വേണ്ടേ? ഓക്കെ, നമ്മുടെ കിച്ചു കുറേ കാര്യം പറയുന്നുണ്ട്. ഇതൊരു 6 മാസം മുമ്പത്തെ ഇന്റർവ്യൂ ആണ്. എന്തിന് ഇപ്പൊ വെക്കുന്നു? കുറേ പേര് കിച്ചുവിനെ ആക്രമിക്കുകയാണ്. കിച്ചു വലിയൊരു നാറിയാണ്, രേണു സുധിയെ ചതിച്ചവനാണ്, കിച്ചു ഒറ്റക്ക് ആ വീട് സ്വന്തമാക്കാൻ നോക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് കമന്റ് ഇടുന്നുണ്ട്. കുറേ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പൊന്നു പ്രേക്ഷകരെ, ആരാണ് കിച്ചു, കിച്ചുവിന്റെ മനസ്സിൽ എന്താണ്, ഫുള്ളായിട്ട് നമുക്ക് ക്ലിയർ ആയി കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് ഒന്നൊന്നായിട്ട് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് കിച്ചുവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഓക്കെ, നമുക്ക് ഒന്നൊന്നായിട്ട് കേൾക്കാം. ഹലോ, ഞാൻ ആമിന സലീം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം സുധിച്ചേട്ടന്റെ മോന്റെ കൂടെയാണ്. അപ്പൊ അവധിയൊക്കെ ആയതുകൊണ്ട് കിച്ചു ഇന്ന് നമ്മളുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ കിച്ചുവിന്റെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്കറിയാം. ഹായ്, എന്തൊക്കെയുണ്ട് ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പൊ അവധി ആയതുകൊണ്ടാണോ വീട്ടിൽ നിന്ന് കിട്ടിയത്? അവധിയായിട്ടല്ലേ, ഇപ്പഴും ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ എന്താ പഠിക്കുന്നേ? ഞാനിപ്പോ ആനിമേഷൻ വിഎഫ്എക്സ്. ഇപ്പൊ കൊല്ലത്ത് തന്നെയാണ് പഠിക്കുന്നത്? കൊല്ലത്ത് തന്നെ പഠിക്കുന്നത്. അപ്പൊ ആരുടെ വീട്ടിലാണ് നിന്ന് പഠിക്കുന്നത്? എങ്ങനെയാ പഠിക്കുന്നേ? ഞാനിപ്പം അച്ഛന്റെ വീട്ടിൽ തന്നെ, കൊല്ലത്തുള്ള വല്യച്ഛനും വല്യമ്മയും ചമ്മ എല്ലാവരും കൂടെ, വല്യമ്മയുടെ കൂടെയൊക്കെയാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് തന്നെയാണ് പോയി പഠിച്ചു വരുന്നത്? ഇവിടുന്ന് തൊട്ടടുത്താണ്. നടന്നു പോകാന്നതേ ഉള്ളൂ? നടന്നൊന്നും പോകാൻ പറ്റത്തില്ല, വണ്ടി പോണം. വണ്ടിയുണ്ട്? വണ്ടിയുണ്ട്. പ്രായമായോ നിനക്ക് വണ്ടി ഓടിക്കാൻ? ലൈസൻസ് വരുണ്ട്. ലൈസൻസ് വരണ്ട് ഇല്ലാടിയാ. അപ്പോ ആനിമേഷൻ ആണ് പഠിക്കുന്നത്. കോളേജ് ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു? അടിച്ചു പൊളിച്ചു പോകുന്നുണ്ടോ? കുഴപ്പം. എനിക്ക് 1 മണി വരെയൊക്കെ ഉള്ളൂ ക്ലാസ്. 1 മണി വരെയൊക്കെ ഉള്ളൂ. കോളേജ് ലൈഫ് അങ്ങനെ പറയാനായിട്ടില്ല. ഓക്കെ, ബാക്കി വെച്ച് തരാം. എന്തൊരു മനുഷ്യനാണല്ലേ, എന്തൊരു നല്ലൊരു മനുഷ്യനാണല്ലേ. ബാക്കിയും കൂടി കേൾക്കാം. ശരിക്കും സുധിച്ചേട്ടന്റെ പേരിലാണ് സുധിച്ചേട്ടന്റെ കുടുംബവും മോനും ഒക്കെ അറിയപ്പെടുന്നത്. അപ്പോ കാണുന്ന പ്രേക്ഷകർക്ക് അത്രത്തോളം സുധിച്ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മകൻ എന്ന നിലയിൽ മോൻ എത്രമാത്രം സുധിച്ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ട്? അവര് മിസ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ഞാൻ മിസ് ചെയ്യുമല്ലോ. ഉറപ്പായിട്ടും, സ്വാഭാവിക. അതുപോലെ തന്നെ ഈ സ്റ്റാർ മാജിക്കിന്റെ വേദിയിൽ വന്നാലും അച്ഛൻ കൂടുതൽ പറയുന്നത് കിച്ചുവിന്റെ കാര്യമാണ്. കിച്ചു ആയിട്ടുള്ള പഴയ കുറേ സ്റ്റോറീസ്, നാടകം ചെയ്യാൻ പോകുമ്പോ കിച്ചുവിനെ പുറകിൽ കൊണ്ടുവെക്കുന്ന സിസുക്ക പറയുന്ന കഥകള്, ആ കഥയൊക്കെ കിച്ചുവിന് ഓർമ്മയുള്ള ഒരു കഥ എന്തായിരിക്കും? എനിക്ക് ഓർമ്മ അങ്ങനെ വലിയായിട്ട് ഓർമ്മയില്ല. ആ ചെറിയ പ്രായം ഈ കേട്ടേൽവി ഉണ്ടായ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഈ സ്വപ്നം പോലെ ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, അത്രേ ഉള്ളൂ. എല്ലാം സ്വപ്നം പോലെ മാത്രമല്ലേ? അല്ലാണ്ട് ഇങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഓർമ്മയില്ല. അപ്പൊ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് വരെയുള്ള കിച്ചുവിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു? ലൈഫ് ഈ കൊറോണ ടൈമിലൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഫുൾ ടൈം കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിലായിരുന്നു. ഓക്കെ, ബാക്കി വെച്ച് തരാം. ഈ പൊന്നുമോനെ തെറി വിളിക്കാൻ എങ്ങനെ രേണു സുധിയെ നിങ്ങൾക്ക് സാധിക്കുന്നത്? ഈ പൊന്നുമോനെ ചതിക്കാൻ എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത്? ബാക്കിയും കൂടി കേട്ട് നോക്കാം. വീട്ടിൽ എങ്ങനെയായിരുന്നു അപ്പൊ അച്ഛനായിട്ടുള്ളൊരു ബോണ്ട്? അടിയൊക്കെ അടിയൊന്നും കൊടുത്തൊന്നുമില്ല. അച്ഛൻ മകൻ എന്ന് പറയുമ്പോൾ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ആൾക്കാരാണല്ലോ. ഞങ്ങള് തമ്മിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാം ഷെയർ ചെയ്യുന്ന അച്ഛനോടാണോ? എല്ലാം ഷെയർ ചെയ്യും. ഞാൻ റൂമിൽ തന്നെ ആയിരിക്കും. അപ്പൊ അച്ഛനെ ഇടയ്ക്ക് വന്ന് റൂമിൽ ഇരിക്കും. പിന്നെ അനിയനുണ്ടല്ലോ, അവന്റെ ഒപ്പം ആയിരിക്കും കൂടുതൽ എപ്പോഴും. ഞാൻ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും. അമ്മേനേക്കാളും കൂടുതൽ കമ്പനി ഋതുട്ടനുമായിട്ടാണോ? ഇപ്പൊ ഋതുട്ടന്റെ ഒരു ഏജ് എത്തുമ്പോ, ഇല്ലെങ്കിൽ പഠിക്കാനുള്ള ഏജ് എത്തുമ്പോ കിച്ചുവിന് അവനെ നോക്കണം, ഇല്ലെങ്കിൽ അവനെ പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടോ? എനിക്കിപ്പോ അതിനുള്ളൊരു ഫിനാൻഷ്യലി ഞാൻ അത്ര ഓക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്റെ പഠിത്തം ഞാൻ നോക്കും. പഠിച്ചു കഴിഞ്ഞ് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാല്, അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നോക്കും. എന്താവാനേ കിച്ചുവിന് ആഗ്രഹം? പഠിക്കുന്ന സംഭവം തന്നെ ആനിമേഷൻ തന്നെയാണ്. ചെയ്യാനൊക്കെ അറിയോ? പഠിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞിലോരോന്നൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ ഒരു ക്രൈസ് അത് പഠിക്കണം എന്നായി അത് പഠിച്ചോണ്ടിരിക്കുന്നു. ഈ നമ്മള് പുറത്തുനിന്ന് വീഡിയോസ് ഒക്കെ കാണുമ്പോ അമ്മയുടെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോ ഫുൾ അമ്മയുടെ വീഡിയോസ് ആണല്ലോ. മോന് കാണുമ്പോ എന്താ തോന്നുന്നേ? ഞാൻ സത്യം പറഞ്ഞാൽ കാണാറില്ല. ഇല്ല. വന്നാലും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കും, സ്ക്രോൾ ചെയ്ത് വിടും. വലിയ മൈൻഡ് കൊടുക്കാറില്ല. ഇല്ല, അങ്ങനെ കാണാറില്ല അങ്ങനെ വലുതായിട്ട്. അമ്മ വിളിക്കുമ്പോഴൊന്നും പറയാറൊന്നുമില്ല? ഇല്ല. ഞാൻ ഒരു പ്രാവശ്യം കൂട്ടുകാരൊക്കെ ആയിട്ടിരുന്ന ഷോർട്ട് ഫിലിം കണ്ടായിരുന്നു. അത് മാത്രം കഥ മനസ്സിലായില്ല, അങ്ങനെ വിളിച്ചു വെച്ചിട്ടുള്ളൂ. എന്താ അമ്മ കഥ ഇത്? അതാണ് മനസ്സിലായില്ല സംഭവം. എന്താ അമ്മ ഇതൊക്കെ? കഥ കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായില്ല. എന്തൊരു പാവപ്പെട്ട മനുഷ്യനാണല്ലേ. ഈ മനുഷ്യനാണ് നിലവിൽ കുറെ പേര് ആക്രമിക്കുന്നത്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അങ്ങനെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ വിളിച്ചിങ്ങനെ
ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇടയ്ക്ക് നമ്മള് വെച്ച വീട്ടിലേക്ക് പോയി നിൽക്കാറുണ്ടോ? വീട്ടിലേക്ക് അവിടെ ഇടയ്ക്ക് പോയി നിൽക്കും. അങ്ങനെ ഒരുപാട് ദിവസം നിൽക്കത്തില്ല, ഒരു ദിവസം ഉണ്ട്. കാരണം എനിക്ക് ശനിയും ഞായറും ആയിരിക്കും മിക്കപ്പോഴും അവധി കിട്ടുന്നത്. ആ ടൈം മിക്കപ്പോഴും അങ്ങോട്ട് പോകും. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, കിച്ചുവിനെ രേണു ചേച്ചിയാണോ പഠിപ്പിക്കുന്നത് അതോ ഫ്ലവേഴ്സ് ആണോ പഠിപ്പിക്കുന്നത്? ശരിക്കും ആരാണ്? സുധീന്റെ ഫ്ലവേഴ്സ് ആണ്. അതിന്റെ ഫീസും കാര്യങ്ങളെല്ലാം അടയ്ക്കുന്നവരാണ്. എല്ലാ ചെലവും നോക്കുന്നത് ഫ്ലവേഴ്സ് തന്നെയാണ് പഠിക്കുന്നതിന്റെ. അമ്മയായിട്ട് എന്താ ചെയ്യുന്നത്? അമ്മയായിട്ട് ചെയ്യുന്നത് ഞാൻ വിളിച്ചെന്തെങ്കിലുമൊക്കെ ചില്ലറ ചോദിക്കും, പൈസ ഒന്നും ഇല്ലെങ്കിൽ പെട്രോൾ അടിക്കാനോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കും. അപ്പൊ അമ്മ അപ്പൊ തന്നെ അയച്ചു തരും? ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇട്ട് തരും. അമ്മ ഇങ്ങോട്ടേക്ക് വരാറുണ്ടോ? വന്നിട്ട് കുറച്ചായി. ഇപ്പോ അമ്മ ഷൂട്ടിനൊക്കെ പോകുമ്പോ റിതൂട്ടൻ ആരാ നോക്കുന്നേ? അവിടുത്തെ പപ്പയും അമ്മയും, അമ്മയുടെ അച്ഛനും അമ്മയും. അമ്മയുടെ അച്ഛനും അമ്മയും ഉണ്ടല്ലേ, അവരാണ് നോക്കുന്നത്. ഇപ്പോ ഏതൊരു മകളുടെയും ഹീറോ അവളുടെ അച്ഛനായിരിക്കും, അല്ലെങ്കിൽ ഏതൊരു മകന്റെയും ഹീറോ അമ്മയായിരിക്കും. അപ്പൊ കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം കിച്ചുവിന്റെ ഹീറോ അമ്മ അല്ലെങ്കിൽ അച്ഛനായിരിക്കും. ഇതില് താരതമ്യം ചെയ്യുമ്പോ എങ്ങനെയാ കിച്ചുവിന് ഫീൽ ചെയ്യുന്നേ? എനിക്ക് ഇപ്പം കുഞ്ഞിലോട്ട് അച്ഛൻ മാത്രമേ ഉള്ളായിരുന്നു, അതുകൊണ്ട് എന്റെ ഹീറോ എപ്പോഴും അച്ഛൻ തന്നെ. അപ്പൊ ഒരു കിച്ചുവിന് അറിവ് വെച്ച കാലം മുതൽ രേണു ചേച്ചി കൂടെ ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു അമ്മ ഒരു ഹീറോ ആയിട്ട് കാണാൻ? അമ്മ ഹീറോ ആയിട്ട് കാണാൻ അത് എപ്പോഴും അച്ഛനൊരു സ്ഥാനം ഉണ്ടല്ലോ, എപ്പോഴും ഹൈപ്പില് തന്നെയായിരിക്കും. ഈ എപ്പോഴെങ്കിലും അച്ഛനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത ഒരു മൊമെന്റ് വന്നിട്ടുണ്ടോ? ലൈക്ക് അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്താ അല്ലേ ഈ പൊന്നുമോന്റെ മനസ്സ് രേണു മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നാണ് ഞാൻ പേഴ്സണലി ചിന്തിക്കുന്നത്. എന്തു നല്ലൊരു പൊന്നുമോനാണ് അല്ലേ. ബാക്കിയും കൂടി കേൾക്കാം. ഇങ്ങനെയൊന്നും വരത്തില്ലായിരുന്നു, അങ്ങനെ ഫീൽ ചെയ്തത് കോട്ടയത്ത് നിന്ന് ചില ടൈമിൽ എന്തൊക്കെയോ കാരണത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് മേ ബി അമ്മ 2-3 ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചു, കുറച്ചധികം വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ മോൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അമ്മയ്ക്ക് അഭിനയം ഒന്നും പറ്റത്തില്ല, അമ്മ വെറുതെ കാട്ടിക്കൂട്ടുന്നതാണ് എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞു അങ്ങനെ കൂടുതലും കാണാറില്ല. ആകെ കണ്ട ഒരൊറ്റ ഷോർട്ട് ഫിലിം. കാണാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണോ? അങ്ങനല്ല, കാണാറില്ല അങ്ങനെ. അല്ല, നമുക്ക് കൂടുതൽ നമ്മുടെ ന്യൂ ജനറേഷൻ ഇഷ്ടം എന്ന് പറയുന്നത് കുറച്ച് ജെൻസി ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഒരുപാട് നെഗറ്റീവ്സ് വരുന്നുണ്ട്, ഇഷ്ടംപോലെ നെഗറ്റീവ്സ് വരാറുണ്ട്. അതൊക്കെ കാണുന്നുണ്ടോ? ചിലതൊക്കെ കാണുന്നുണ്ട്, ചിലതൊക്കെ ഞാൻ കണ്ടെന്നെ ചിരിച്ചങ്ങ് വിടും. എല്ലാരും ചിരിക്കുന്നവരെ നമ്മളും ചിരിച്ചങ്ങ് വിടും, അത്രേ ഉള്ളൂ. എല്ലാം ഫണ്ണാണ് നമുക്ക്. തലവേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലല്ലോ. അപ്പോ ഇനിയൊരു കല്യാണത്തിലേക്ക് പോകുന്നു എന്നൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. പോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ അങ്ങനെ എന്തെങ്കിലും കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നോ? ഇതുവരെ ഒന്നും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ? സത്യം പറഞ്ഞാൽ ഒരു ക്ലാസ് പടം കാണുന്ന ഒരു ഫീലാണ് എനിക്ക് പേഴ്സണലി. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ബാക്കിയും കൂടി കേൾക്കാം. അമ്മയുടെ ഇഷ്ടം, ഞാൻ എല്ലായിടത്തും പറയുന്ന പോലെ തന്നെ അമ്മയുടെ ഇഷ്ടം. എന്തായാലും കിച്ചുവിന്റെ വെയിലായിരിക്കും അല്ലേ? അപ്പോ കിച്ചു കോളേജിൽ ആയപ്പോഴാണോ ഇവിടെ വല്യച്ഛന്റെ വല്യമ്മയുടെ കൂടെ വന്നത്, അതോ മുമ്പ് ഇവിടെ തന്നെ ആയിരുന്നോ? അല്ല, എന്റെ ഒരു 2-3 വയസ്സ് തൊട്ട് ഞാൻ കൊല്ലത്തായിരുന്നു. പിന്നെ 9ാം ക്ലാസ് ആയപ്പോഴാണ് ഞാൻ കോട്ടയത്തോട്ട് പോകുന്നത്. അച്ഛന്റെ കൂടെ തന്നെ? അച്ഛന്റെ കൂടെ തന്നെ. ഇവിടെ ഈ വീട്ടിൽ തന്നെ. അപ്പോ നമുക്കൊക്കെ അറിയേണ്ടത്, എപ്പോഴും കിച്ചുവിന്റെ മുമ്പ് ഉള്ള ഒരു ഇന്റർവ്യൂ വന്നപ്പോഴും ഫുൾ അമ്മയുടെ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയേണ്ടത് കിച്ചുവിന്റെ കാര്യമാണ്. കിച്ചു എങ്ങനെയാണ് ലൈഫിൽ അടിച്ചു പൊളിച്ചു പോകുന്നത്, എങ്ങനെയാണ് കിച്ചുവിന്റെ ലൈഫ്? എന്റെ ലൈഫ് ഇവിടെയൊക്കെ തന്നെ, കൊല്ലത്ത് തന്നെയാണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. എന്റെ കുഞ്ഞിലോട്ടുള്ള കൂട്ടുകാർ മൊത്തം ഇവിടെ തന്നെയാണ്. അവരൊക്കെ എങ്ങനെ, ഭയങ്കര സപ്പോർട്ടാണോ? അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഈ അമ്മ വീഡിയോയിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ കിച്ചുവിന് വീഡിയോ ചെയ്യാൻ ആഗ്രഹമൊന്നുമില്ലേ? വീഡിയോ അങ്ങനെ ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. എപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്ന ആളല്ലേ, ഓൺലൈനിലുള്ള ആളല്ലേ. അപ്പൊ വീഡിയോ കാണുമ്പോ വീഡിയോ ചെയ്യണമെന്നോ വൈറലാവണമെന്നോ അങ്ങനെ എന്തെങ്കിലും അങ്ങനൊന്നുമില്ല. വീഡിയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഇതുപോലെ മുമ്പുള്ള ഒരു ഇന്റർവ്യൂല് കമന്റിൽ വന്ന ഒരു കാര്യമാണ്, കിച്ചു അല്ല കമന്റ് ഇട്ടത് എന്നൊരു ടോപ്പിക് വന്നായിരുന്നു. ഞാനൊരു കമന്റ് ഇട്ടായിരുന്നു, പക്ഷെ എന്റെ വേറെ പേര് തുടങ്ങിയിട്ട് വേറെ ആരോ. അത് ശരിക്കും എന്താ സംഭവം? അത് എന്റെ ഈ പഠിത്തത്തിന്റെ കാര്യം മാത്രം പറഞ്ഞപ്പോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. അപ്പൊ ഞാനത് ജസ്റ്റ് കമന്റ് ആയിട്ട് ഇട്ടായിരുന്നു, എന്നെ പഠിപ്പിക്കുന്ന ഫ്ലവേഴ്സ് ആണ്, ആ ഒരു മിസ്റ്റേക്ക് വന്നായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കമന്റ് ഇട്ട് അത് മാറിയിട്ട് വേറൊരു കമന്റ് ഇട്ട് എന്റെ അക്കൗണ്ടിൽ തന്നെ വേറൊരു പേരൊക്കെ തുടങ്ങിയിട്ട്. അത് അവര് ചെയ്ത മിസ്റ്റേക്ക് ആണോ? അവരുടെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്ക്, എന്തോ ഓഡിയോ ക്ലിയർ ആയില്ലെന്നാ പറഞ്ഞത്. ഓക്കെ, ബാക്കി വെച്ച് തരാം. ഒരൊറ്റ കാര്യം പറയാം, ആരാണ് കിച്ചു എന്ന് അറിയാൻ ഇത് മാത്രം മതി. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. ഓക്കെ, അതിൽ പറയുന്നത് രേണു ചേച്ചിയാണ് എല്ലാം നോക്കുന്നത് എന്നാണ്
ആ രീതിയിലാണ് വന്നത്. പക്ഷെ എന്തോ ഓഡിയോ എന്തോ ഇതായില്ലെന്ന് പറഞ്ഞിട്ടായിട്ട്. ഒരു സമയത്ത് രേണു ചേച്ചി എന്ന് പറയുന്നത് ഒരു നല്ല ഭാര്യയും അതുപോലെ ഒരു നല്ല അമ്മയും ആയിരുന്നു നമ്മുടെ ഫ്ലവേഴ്സിൽ പരിചയപ്പെടുത്തുന്ന ടൈമിൽ. പിന്നീട് സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് രേണു ചേച്ചിയുടെ പല മാറ്റങ്ങളും വന്നു തുടങ്ങിയത്. അതായത് ഒരാള് സുധിച്ചേട്ടന്റെ സ്പ്രേയുമായിട്ട് രേണു ചേച്ചിനെ വെച്ചിട്ട് ലൈക്കും കമന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നു. അതുപോലെ രേണു ചേച്ചി നമ്മള് വിചാരിക്കാത്തതിനപ്പുറത്ത് വളരുന്നു. ഇതൊക്കെ കണ്ടിട്ട് മോനെന്താ തോന്നുന്നേ? എനിക്കൊന്നും തോന്നുന്നില്ല പ്രത്യേകിച്ച്. ആ സൈഡ് അങ്ങനെ നോക്കാറൊന്നുമില്ല. അതുപോലെ ഒരു വീഡിയോ വന്നതാണ് സ്പ്രേയുടെ കാര്യം, മണം. അതിന്റെ കുറച്ച് ട്രോളൊക്കെ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നത്. എല്ലാത്തിലും നല്ല അഭിപ്രായം മാത്രം, എല്ലാം കൊള്ളായിരുന്നു. ഞാനെല്ലാം എൻജോയ് ചെയ്ത് മാത്രമേ കാണത്തുള്ളൂ. ആരെങ്കിലും മോനോട് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എന്നോട് ഇതുവരെ ആരും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ സൈഡ് എല്ലാവർക്കും അറിയാം. മോന്റെ സൈഡ് എല്ലാവർക്കും അറിയാം. നിഷ്കളങ്കനാണെന്നാണ് പറയുന്നത്. നിഷ്കളങ്കനാണോ? കണ്ടിട്ടെന്തോ തോന്നുന്നു. കണ്ടിട്ട് എനിക്ക് വലുതായിട്ടൊന്നും തോന്നില്ല. കുഴപ്പമില്ല, അതുപോലൊക്കെ തന്നെ. നിഷ്കളങ്കനാണ്. ഇവന്റെ കള്ള നോട്ടത്തിലുണ്ട്. കോളേജിൽ എത്ര കാമുകിമാരുണ്ട് പറ? കോളേജ് പെൺപിള്ളാരില്ല കോളേജ്. അതാണ് പറ്റിപ്പോയതല്ലേ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ നോക്കായിരുന്നു. ഇല്ല. പുറത്തോ? പുറത്തുമില്ല. ചിരിയിലുണ്ടല്ലോ എന്തോ. ഇല്ല. പിന്നെ കിച്ചുന്റെ വൈബ് എന്താ പുറത്തുള്ളേ? എന്റെ വൈബ് എന്ന് പറഞ്ഞാൽ രാത്രി ആകുമ്പോ കൂട്ടുകാര് ചായയൊക്കെ കുടിക്കാൻ പോവുക, എന്നിട്ട് കുറച്ചു നേരം സംസാരിക്കുക, എന്നിട്ട് തിരിച്ചു വീട്ടിൽ വരിക, അതൊക്കെ തന്നെ. വല്യച്ഛനും വല്യമ്മ എല്ലാത്തിനും സപ്പോർട്ട്. ഇപ്പൊ രാത്രി പുറത്ത് വിടാനായാലും ഞാൻ പോയാലും പെട്ടെന്ന് വരും. തൊട്ടപ്പുറത്തൊക്കെയാ പോണ കട, പെട്ടെന്ന് വരും. എല്ലാം പറഞ്ഞ അനുസരിക്കുന്ന മോനാണോ കിച്ചു? ഏകദേശം. കേക്കും, എല്ലാം കേക്കും. ഓക്കെ, ബാക്കി വെച്ച് തരാം. എന്തൊരു മനുഷ്യനാണല്ലേ പൊന്നു പ്രേക്ഷകര്, എന്തോ വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ്. ബാക്കിയും കൂടി കേൾക്കാം. മോന് അച്ഛൻ ഉണ്ടായിരുന്ന സമയവും അച്ഛൻ ഇല്ലാത്ത സമയവും കമ്പയർ ചെയ്യുമ്പോ എന്ത് വ്യത്യാസമാണ് തോന്നിക്കുന്നേ? അച്ഛനില്ലാത്തതിന്റെ വലിയൊരു വ്യത്യാസമുണ്ട്. അതൊരു വലിയ വ്യത്യാസം തന്നെയാണ്. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ? ഇവരായിട്ട് ഇപ്പം ഇതൊന്നും ചെറിയ ഫീല് വരുന്നില്ല. എല്ലാരും അതേപോലെ കെയർ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യം അതുപോലെ നോക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ്റെ ഒരു ഇത് ഇപ്പോഴും അവിടെ കാണും. ആ ഒരു കുറവ് എന്തായാലും അവർക്ക് നികത്താൻ പറ്റില്ലല്ലോ. അതൊരു കുറവ് മാത്രമേ ഉള്ളൂ. മോൻ എപ്പോഴെങ്കിലും അമ്മയെ മിസ് ചെയ്തിട്ടുണ്ടോ? എന്റെ ശരിക്കുള്ള അമ്മ? ഇപ്പൊ എനിക്ക് പണ്ട് ആ സമയത്ത് അങ്ങനെ വലിയായിട്ട് ഇതില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ കേട്ട് വരുമ്പോ എങ്ങനായിരുന്നു അറിയത്തില്ല. കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഇങ്ങനെ ആലോചിക്കാറുണ്ടോ ആ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ കിച്ചു ലൈഫിൽ ഹാപ്പിയാണോ? ഇപ്പം കുഴപ്പമില്ലാണ്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. കുഴപ്പമില്ലാണ്ട് അച്ഛനില്ലാത്തതിന്റെ ഒരു ബാക്കിയെല്ലാ കാര്യം വെച്ച് ബാക്കിയെല്ലാം ഓക്കെയാണ്. ചെലവും കാര്യങ്ങളൊക്കെ കൊല്ലത്തെ വീട്ടുകാർ വരും. പിന്നെ അമ്മ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ചില്ലറ വരും. പിന്നെ അല്ലാണ്ട് കുറച്ച് ആന്റിമാരൊക്കെ ഇങ്ങനെ സഹായിക്കാറുണ്ട്. ഋതുട്ടനെ കൂടെ നിർത്തണം എന്ന് ആഗ്രഹമുണ്ടോ? ഋതുവിനെ കൂടെ നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ കൊണ്ടുവന്നാലും ഇവിടുത്തെ അച്ചാമ്മയ്ക്കാണേലും വയ്യ. പിന്നെ ഇവിടുത്തെ വല്യമ്മ വല്യച്ഛ എല്ലാരും ജോലിക്ക് പോകും. അതിനേക്കാളും നല്ലത് അവിടെ ആയിരിക്കും. ഋതുട്ടൻ ഹാപ്പിയാണോ? എത്ര വയസ്സായി മോന്? എനിക്കോ? ഋതുട്ടന് അവന് 5 വയസ്സ്. 5 വയസ്സ്. കിച്ചുന് എത്ര വയസ്സായി? എനിക്കിപ്പോ ഈ നവംബർ 21 നവംബറില് ബർത്ത്ഡേ സെലിബ്രേറ്റ് നമ്മള് വരുന്നുണ്ട്. ചെലവല്ലേ ഇവിടെ ഫുള്ള്? നോക്കാന്നോ? പൈസ വേണ്ടേ? വിളിക്ക് അമ്മയെ വിളിക്ക്. പാവം പയ്യനാണ്, ഒന്നും അറിയത്തില്ല. ഓക്കെ, എങ്ങനെയാണ് രേണു സുധിയെ ഈ പൊന്നു മോഹൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സ് വരുന്നത്? ബാക്കിയും കൂടി കേൾക്കാം. അപ്പോ ഈ 21 വയസ്സില് ആനിമേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഡ്രീമും ആനിമേറ്റർ ആവണം എന്ന് തന്നെയാണ്. ഇതിനപ്പുറം നമ്മൾക്ക് കുഞ്ഞിലെ കാണുന്ന ഒരു സ്വപ്നമില്ലേ, ഇങ്ങനെയൊക്കെ നമ്മുടെ ലൈഫ് വേണം, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ അടിച്ചു പൊളിക്കണം, ഇതുപോലെയൊക്കെ പറക്കണം എന്നുള്ളൊരു ഡ്രീം കിച്ചിനുണ്ടായിരുന്നോ? എല്ലാവർക്കും കാണുമല്ലോ. എങ്ങനെയായിരുന്നു ആ ഒരു സ്വപ്നം ഒക്കെ? ചുമ്മാ ഇങ്ങനെയൊക്കെ നടക്കണം, രസമായിരുന്നു. വെറുതെ വലകൊല നടക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴും അതൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന വലകൊല തന്നെയാണ് നടക്കുന്നത്. 1 മണി വരെയല്ലേ ഉള്ളു ക്ലാസ്. പിന്നെ ഇടയ്ക്ക് കമ്പ്യൂട്ടറിനകത്ത് വർക്കൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ ഫ്രീ ആണ്. ഇപ്പോ നമ്മുടെ സുധിച്ചേട്ടൻ മരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ മണിച്ചേട്ടൻ മരിക്കുന്ന പോലെ തന്നെ പ്രേക്ഷകർക്ക് മുഴുവൻ കണ്ണ് നിറഞ്ഞൊരു സംഭവമായിരുന്നു സുധിച്ചേട്ടന്റെ മരണം എന്ന് പറയുന്നത്. അപ്പോൾ മകൻ എന്ന രീതിയിൽ അതിനേക്കാളും വേദന കിച്ചുനുണ്ടാവും.
അപ്പോൾ ആ വേദന അല്ലെങ്കിൽ ആ വിഷമത്തിൽ നിന്ന് മാറാൻ സഹായിച്ചത് എന്തായിരിക്കും? മാറാൻ സഹായിച്ചൊന്നുമില്ലെങ്കിൽ ഈ കൊല്ലത്തെ വീട്ടുകാർ എൻ്റെ കൂട്ടുകാരായിരിക്കും. അവരാണിപ്പോൾ ഞാൻ ഇത്രയെങ്കിലും നിൽക്കുന്ന കാര്യം അവരായിരിക്കും. എപ്പോഴും കൂടെ നിൽക്കുന്നത്. അവരൊക്കെ തന്നെയാണ് എന്നെ കൂടുതൽ മാറ്റിയെടുത്തത്. അവരില്ലായിരുന്നെങ്കിൽ കിച്ചു ചിലപ്പോ ഇതുപോലെ നിൽക്കില്ലായിരുന്നു അല്ലേ? ഇല്ല, ഞാൻ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരുന്നേനെ. അവരായിരുന്നു മാറ്റാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. വല്യച്ഛനും വല്യമ്മയും കൂട്ടുകാരും. ഈ നമ്മളീ പറയുമ്പോൾ അച്ഛൻ്റെ ഓർമ്മകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റിയത് എന്തായിരിക്കും? ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഞങ്ങളെപ്പോഴും ഷൂട്ടിന് പോകുന്ന വണ്ടിയിൽ, കാറിൽ ഷൂട്ട് പോകുന്നത്. ആ ഒരു ഏതെങ്കിലും ഒരു മൊമെന്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ പറ്റുമോ? മൊമെന്റ് കൂടുതൽ ഞങ്ങളിങ്ങനെ ഇരുന്ന് ഓരോ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു. ഞങ്ങൾ മൊത്തം ചിരി കളിയൊക്കെ ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങും. കിച്ചു ഉറങ്ങും. ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങും. അതൊക്കെ തന്നെ. എന്നാലും അച്ഛൻ മോനോട് കൂടുതലായിട്ട് പറയുന്ന കാര്യം എന്തായിരിക്കും? ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആ പൊന്നുമോന്റെ മനസ്സ് എത്രമാത്രം കത്തുമല്ലേ? ബാക്കിയും കൂടി കേൾക്കാം. കൂടുതലും എന്തോ അങ്ങനൊന്നും എൻ്റെ അടുത്ത് പറയാറൊന്നുമില്ല. എൻ്റെ ഇഷ്ടം എന്താണോ അതുപോലെ. അല്ല, കിച്ചു എങ്ങനെ ആവണം എന്നൊരു ഡ്രീം സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഈ ആനിമേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അച്ഛൻ പറഞ്ഞു അതാണ് ഇഷ്ടം. കിച്ചുവിന്റെ ഇഷ്ടത്തിനായിരുന്നു അച്ഛന്റെ പ്രാധാന്യം അല്ലേ? അത് തന്നെയായിരുന്നു. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, ഇത് പഠിക്കാൻ താല്പര്യമുണ്ടോ? പഠിക്കാൻ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. എപ്പോഴെങ്കിലും അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് സുധിച്ചേട്ടൻ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. പോയിട്ടൊക്കെ ഉണ്ട് അങ്ങനെ അഭിനയിക്കാനായിട്ട്. താല്പര്യമില്ല. ഇടയ്ക്ക് അച്ഛനൊപ്പം സ്കിറ്റിനൊക്കെ കയറുമായിരുന്നു. അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ സ്കിറ്റിലൊക്കെ മഴവിൽ മനോരമയിലൊക്കെ സ്കിറ്റിനൊക്കെ കയറിയിട്ടുണ്ട്. അടിപൊളി. അപ്പോ അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ ഒരു ആനിമേറ്റർ ആയിട്ട് മാറും. മാറട്ടെ. അതെ, അടിപൊളി. ശരിക്കും നമ്മുടെ സുധിച്ചേട്ടന്റെ വീട് തന്നെയാണോ കോട്ടയത്ത് ഉള്ളത്? അതിൽ എന്തെങ്കിലും അവകാശം കിച്ചുവിനുണ്ടോ? മനസ്സിലായില്ല. മീൻസ് ഇപ്പൊ ഒരു ഏജൻസിയാണ് വീട് വെച്ച് തന്നത്. അപ്പൊ സുധിച്ചേട്ടന്റെ പേരിലാണ് വീട് വെച്ചേക്കുന്നത്? അല്ലല്ല, എന്റെയും ഋതുലിന്റെയും പേരിലാണ് വീട് വെച്ചേക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിലാണ് വീട് വെച്ചേക്കുന്നത്. അപ്പൊ ശരിക്കുള്ള അവകാശം കിച്ചുവിനും ഋതുട്ടനും ആണ്. അപ്പോ കിച്ചുവിന് എപ്പോ വേണമെങ്കിലും ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ആ വീട്ടിൽ പോയി നിക്കാം. ഋതുട്ടനും അതെ, അങ്ങനെ രണ്ടുപേരുടെയും പേരിലാണ് വീട് വെച്ചേക്കുന്നത്. രേണു ചേച്ചിന്റെ പേരിൽ വേറൊന്നും ഇല്ലാന്നാണോ? ഇല്ല, വേറൊന്നുമില്ല. അതൊന്നുമില്ല. കിച്ചുവിന് അതുപോലെ തന്നെ കോട്ടയത്ത് വീടായതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? ലൈക്ക് കൊല്ലത്തായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇല്ല, എന്റെ അടുത്ത് ആദ്യം ചോദിക്കുന്നത് എവിടെ വീട് വേണം. കോട്ടയത്ത് തന്നെ. കോട്ടയം കിച്ചുവിന്റെ ഡിസിഷൻ ആയിരുന്നോ? ഞാൻ തന്നെ പറഞ്ഞു അവിടെ കോട്ടയത്ത് മതി. എന്തുകൊണ്ടാ കോട്ടയം സെലക്ട് ചെയ്തേ? അവരെല്ലാം അവിടെ അല്ലേ. അമ്മയും വീട്ടുകാരൊക്കെ അവിടെ ആയതുകൊണ്ടാണ്. അവിടെ വീട് വെക്കാന്ന് വിചാരിച്ചു. പക്ഷെ അച്ഛന്റെ കുടുംബം ഇവിടെ ആയിരുന്നില്ലേ? ഇവിടെ ആയിരുന്നു. ഓക്കെ, ഈ വീടിന് വേണ്ടിയാണ് രേണു സുധി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. അപ്പൊ മൊത്തത്തിൽ വീട് വെക്കുന്നതിന്റെ തീരുമാനം എല്ലാം കിച്ചുവിന് തന്നെയായിരുന്നു. എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് എവിടെ വേണം. ഞാൻ തന്നെ പറഞ്ഞ കോട്ടയത്ത് മതി. അപ്പോ എല്ലാ തീരുമാനങ്ങൾക്കും ആദ്യം കിച്ചുവിനോട് തന്നെയായിരുന്നു എല്ലാരും അഭിപ്രായം ചോദിക്കുന്നത്? അന്നേ അപ്പൊ കാര്യപ്രാപ്തി ഉള്ള ഒരാളായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുമായിരുന്നു. എന്തായാലും ഒരു ഋതുട്ടൻ ഒരു അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാണ് കിച്ചു. അല്ലേ? ഋതു കുഞ്ഞല്ലേ? അതെ. ശരിക്കും സുധിച്ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട്. അപ്പൊ കിച്ചു നോക്കി കാണുമ്പോ ഒരു കഷ്ടപ്പാട് എങ്ങനെയാ കാണുന്നത്? നോക്കി കാണുന്ന ഒരു കഷ്ടപ്പാട് എങ്ങനെയാ? ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ആ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ട് ഇരുന്നൊരു സമയം മൊത്തം ഞാൻ കളയുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതിന് പുറത്തിറങ്ങിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങിയത്. അച്ഛന്റെ കഷ്ടപ്പാടുകൾ എത്രയാണെന്ന് മനസ്സിലാക്കുന്നത് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ്. ശരിക്കും അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് വരെ ഒന്നും അറിയാതെ സന്തോഷിച്ച് വളർന്ന ഒരാളാണ്. അപ്പൊ കഷ്ടപ്പാടുകൾ എന്തെങ്കിലും കിച്ചു അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടോന്ന് വെച്ചാൽ എന്റെ കുഞ്ഞിലെ അച്ഛൻ രക്ഷപ്പെടുന്നതിന് ആ ടൈമിന് മുന്നേക്കെ അച്ഛൻ പറഞ്ഞിട്ടുള്ള ദോശയ്ക്ക് വരെ എന്തോ കടയുടെ ഫ്രണ്ടിൽ വരെയൊക്കെ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുമായിരുന്നു. ഓക്കെ, ഋതപ്പനോടൊരു കാര്യം പറയാം. ഒരു കാരണം വെച്ചാലും പേടിക്കണ്ട, ഈ ചേട്ടൻ പൊന്നുപോലെ നിന്നെ നോക്കും. ബാക്കിയും കൂടി കേൾക്കാം. അന്ന് കിച്ചു ചെറുതല്ലേ, കിച്ചുവിന് ഓർമ്മയൊന്നും കാണില്ല. കിച്ചു വളർന്നതിന് ശേഷം ഓർമ്മ വെച്ച സമയം തൊട്ട് എനിക്ക് ഒന്നും അച്ഛൻ അങ്ങനെ അറിയിച്ചിട്ടില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും കഷ്ടപ്പാട് കിച്ചു അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ കൊല്ലത്തെ വീട്ടുകാരങ്ങനെ ഒന്നും അറിയിച്ചിട്ടില്ല. ഇല്ലില്ല, എങ്കിലും കാര്യങ്ങൾ മൊത്തം അറിയാം.
എന്താണ് സിറ്റുവേഷൻ എന്ന് ഫുള്ളും അറിയാം, പക്ഷെ ആ. ഒരു കഷ്ടപ്പാടും ഇതുവരെയും അറിയാതെയാണ് കിച്ചു വളരുന്നത്. ആ. ആണ്. കഷ്ടപ്പാടറിയാന്ന് എല്ലാം അറിയാം, പക്ഷെ ആ. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇല്ല, തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നു. തട്ടിമുട്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുധിച്ചേട്ടൻ മരിക്കുന്നു, ഒരാൾ ഒരു സ്പ്രേയുമായിട്ട് വരുന്നു, കുറെ റീച്ച് ഉണ്ടാക്കുന്നു, പോകുന്നു, രേണു ചേച്ചി വളരുന്നു. ഇങ്ങനെയാണ് ശരിക്കും സംഭവിച്ചത്. ആ സ്പ്രേയുടെ കാര്യത്തിൽ കിച്ചുന് എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ? കിച്ചുന്റെ അറിവോടെ ആയിരുന്നു അത് സംഭവിച്ചത്? ആ സ്പ്രേയുടെ കാര്യം ഇങ്ങനെ പണ്ടോട്ടെ പറയുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മ പറയുന്നുണ്ടായിരുന്നോ അമ്മയ്ക്ക് അങ്ങനെ ഒരു സാധനം വേണം പറയുന്നുണ്ടായിരുന്നു? അങ്ങനെയാണ് ചിന്നുവിനോട് ആ കാര്യം പറയുന്നത്. അപ്പൊ ചേച്ചി അവിടെ ദുബായിലും കണ്ടു പോയപ്പോഴത് ഇതായിക്കൊണ്ട് വന്നത്. ഇപ്പോഴും ആ സ്പ്രേ കിച്ചു മണം സ്മെല്ല് നോക്കിയിട്ടുണ്ടോ? ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴേക്ക് നോക്കും. ശരിക്കും ആ സ്മെല്ല് നോക്കുമ്പോ എന്താ ഫീലാ കിട്ടുന്നത് കിച്ചുവിന്? പറഞ്ഞിട്ടുള്ള ആ ഒരു അച്ഛൻ്റെ ഒരു വിയർപ്പിന്റെ ഒരു സ്മെല്ല്, അങ്ങനത്തെ കുറച്ച് സ്മെല്ലൊക്കെ അത് എനിക്ക് നല്ലപോലെ ഇതാവും, നല്ലപോലെ കണക്ട് ആവും. അതുപോലെ അമ്മ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ആ സ്പ്രേ ആണ് ഞാൻ ഇപ്പോഴും അടിച്ചുകൊണ്ട് നടക്കുന്നത്, ആ മണം എപ്പോഴും എൻ്റെ കൂടെ വേണമെന്ന്. പക്ഷെ ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയ ഒന്നില് അത് പുറത്തു പോലും അടിക്കാൻ പറ്റാത്ത സ്പ്രേ ആണ്. ആൾക്കാരൊക്കെ അത് അടിച്ച ഓടും. അത് ഫസ്റ്റ് ഇപ്പം കൊണ്ടുവന്നപ്പോ തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ സ്മെല്ല് അങ്ങനെ ഇതല്ല, അത് വിയർപ്പിന്റെയൊക്കെയാണ്. ഇപ്പൊ എല്ലാവർക്കും പിടിക്കണമെന്നില്ല, എനിക്കത് ഇതായിട്ടാണ്. അതെ, ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ആ സ്മെല്ല് എല്ലാവർക്കും ചിലപ്പോൾ പിടിക്കണമെന്നില്ല, ആ ഒരു ഉദ്ദേശത്തിലായിരിക്കും ചിലപ്പോൾ പറഞ്ഞത്. അത് നെഗറ്റീവായും പല ട്രോൾസുകളായും ഇത്ര നെഗറ്റീവായിട്ട് നിൽക്കുന്നോണ്ട് അവര് നെഗറ്റീവായിട്ട് എടുത്തായിരിക്കും. ഫസ്റ്റ് സ്പ്രേ കൊണ്ടുവരുന്ന വീഡിയോ തന്നെ കാര്യം പറയുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണം അല്ല. എന്തായാലും എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. മോനെ എപ്പോഴെങ്കിലും സ്മെൽ അടിക്കുമ്പോ അച്ഛനെ മിസ് ചെയ്തോ, അങ്ങനെ സങ്കടമോ? അങ്ങനെ സ്മെൽ അടിക്കുമ്പം കറക്റ്റ് സ്മെല്ല് അത് കറക്റ്റ് ആണ്. നമുക്കത് കണക്ട് ആവും. എനിക്കത് സങ്കടം വന്നിട്ടുണ്ടോ? ഫസ്റ്റ് അടിച്ച രേണുസുതിയുടെ അഹങ്കാരം തുടങ്ങിയത് ഇവിടെ വെച്ചാണ്. അതായത് ആ ഒരു മണം നോക്കൂ നിങ്ങൾ. രേണുസുതി ലക്ഷ്മി നക്ഷത്രയോട് കരഞ്ഞുകൊണ്ട് സുധിച്ചേട്ടന്റെ മണം വേണമെന്ന് പറയുന്നു. ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്രം ആ ഒരു മണം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പറയുകയാണ് വല്ലാത്ത നാറ്റോന്ന്. നാണമുണ്ട് രേണുസുതിയെ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ബാക്കി വെച്ച് തരാം. ഋതപ്പന്റെ ഭാഗ്യമാണ് ഇത്രയും നല്ലൊരു ചേട്ടനെ കിട്ടിയത്. ബാക്കിയും കൂടി കേൾക്കാം. എപ്പോഴെങ്കിലും അച്ഛൻ ഓർത്തിന്ന് കരയാറുണ്ടോ? ഇടക്കിടക്ക് രാത്രിയാകുമ്പോ. ഇപ്പോഴും അല്ല, നമുക്ക് പറയാൻ പറ്റില്ല. 21 വയസ്സായി ചെറുക്കന പയ്യനാണ് എന്നും പറഞ്ഞ് കരയാതെയൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ കരയും. എന്താ കരയാൻ പറ്റാത്തെ? ആമ്പിള്ളേർക്ക് കരഞ്ഞൂടെ? ഞാൻ കരയാറുണ്ട്. എല്ലാരും കാണാനൊന്നുമല്ല, എന്നാലും പ്രൈവറ്റ് ആയിട്ട് കരയാറൊക്കെ ഉണ്ട്. അച്ഛനെ മിസ് ചെയ്യുമ്പോ മാത്രമാണ് കരയാറ്? വേറെ എന്തെങ്കിലും കാര്യത്തിൽ മോന് വിഷമമുണ്ടോ? അങ്ങനൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ വരുമല്ലോ. ലൈഫല്ലേ, എന്തെങ്കിലും കാര്യങ്ങൾ വരുമല്ലോ. എല്ലാം ഒരുപോലെ പോണം എന്നില്ല. ഇപ്പോ ഇവിടത്തെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ എന്താ പറയുന്നേ? എല്ലാരും എല്ലാരും അടുത്തടുത്ത് തന്നെയാണ്. ഇവിടെ വരാറുണ്ടോ? വരാറുണ്ട്. വൈകിട്ടാകുമ്പോ എല്ലാരും വരും. ഫ്രണ്ട്സ് തന്നെയാണ് ഫുൾ വൈബ് ഇവിടെ. ഏകദേശം എത്ര ഫ്രണ്ട്സ് ഉണ്ട്? കുറച്ചധികം ഉണ്ട്. നമ്മള് വീട്ടുകാർ എപ്പോഴും പറയുന്നതാണ്, ഈ ഫ്രണ്ട്സിന്റെ കൂടെ കൂടിയാണ് എല്ലാ അലമ്പുകളും പഠിക്കുന്നത്. ന്യൂ ജനറേഷൻ അല്ലേ? ഇവിടെ എന്റെ വീടിന്റെ ഫ്രണ്ട് ഇരിക്കണമെങ്കിൽ അവരുടെ ശുദ്ധമായി മനസ്സിലാക്കിയാൽ മതി. എല്ലാരും അതുപോലത്തെ ഒരു കൂട്ടുകാരാ. ഒരു 3-4-5 പേരുണ്ട് മെയിൻ ആയിട്ട്. കുഞ്ഞിലെ മുതൽ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്, എല്ലാം അറിയാവുന്ന ഫ്രണ്ട്സ്. മാറ്റിയെടുത്തത് അവര് തന്നെയാണ്. ഇനി മാറാൻ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം സെറ്റാണ്. ഞാൻ വന്നപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം, കിച്ചുന്റെ കയ്യിലെ ടാറ്റു ആണ്. ഈ ടാറ്റു എപ്പോഴാ അടിച്ചേ? ഇത് അച്ഛൻ മരിച്ചിട്ട് 3 മാസം 4 മാസം കണ്ടു കഴിഞ്ഞിട്ടാണ് അടിച്ചത്. ഇത് അടിക്കാനുള്ള ഒരു ടെൻഡൻസി എന്തായിരുന്നു? എപ്പോഴും അവരിങ്ങനെ ജസ്റ്റ് വിളിച്ചായിരുന്നു, ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചിട്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കയറി അങ്ങനെ പോയതാ. ശരിക്കും എപ്പോഴും കണ്ടോണ്ടിരിക്കാനും അല്ലെങ്കിൽ മരണം വരെയും കിച്ചുവിനെ ഓർക്കാനും കൈ തന്നെ കാണുമല്ലോ. പക്ഷെ അച്ഛൻ കയ്യിലല്ല, നെഞ്ചിനകത്താണല്ലേ? എപ്പോഴും തന്നെ ആയിരിക്കുമല്ലോ, ഞാൻ പെട്ടെന്ന് കാണാം, എപ്പോഴും എടുത്ത് നോക്കാം. മോൻ, നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സമയത്തോ എപ്പോഴെങ്കിലും ഇതുപോലെ അച്ഛൻ കൂടെ ഉള്ളപ്പോ തന്നെ അമ്മയ്ക്ക് അഭിനയ മോഹം ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടോ അമ്മ? ഇല്ല, എന്നോടങ്ങനെ അല്ല, വീട്ടിൽ നോർമലായിട്ട് സംസാരിക്കുമ്പോഴോ? അങ്ങനെ കേട്ടിട്ടില്ല. ഓക്കെ, നല്ലൊരു മനുഷ്യനാണല്ലേ. എന്തോ ഒരു സ്വഭാവമാണ് ഈ പൊന്നു പയ്യന്റെ. സുധിച്ചേട്ടന്റെ അതേ സ്വഭാവം കൊണ്ടുവന്നു എന്നാണ് സംശയം. ഓക്കെ, നമുക്ക് അവസാന ഭാഗം കൂടി കണ്ടിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അതിനു മുമ്പ് കിച്ചുവിന് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നല്ലൊരു കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഓക്കെ, അച്ഛൻ നാടകത്തിന് പോകുമ്പോ അല്ലെ വീഡിയോസ് ചെയ്യുമ്പോ ഒക്കെ അമ്മയ്ക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അമ്മ അഭിനയിക്കാം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ?
അങ്ങനെ ഇതൊരു ടിക്ടോക്ക് ഒക്കെ ചെയ്യായിരുന്നു പണ്ട്. ചെയ്യുമായിരുന്നു. അതൊക്കെയല്ല, അല്ലാണ്ട് ഇങ്ങനെ പറയുന്ന കേട്ടിട്ടൊന്നുമില്ല. കേട്ടിട്ടില്ല. അപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം അത് യൂട്ടിലൈസ് ചെയ്താണ്, അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ പേര് വെച്ചിട്ടാണ് രേണു ചേച്ചി ഇപ്പോഴും നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ കാണിക്കുന്നത് എന്ന് പലരും പറയുന്നുണ്ട്. ഈ വിമർശനങ്ങളോട് മോൻ എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയില്ല, അത് അമ്മയുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിക്കാണുന്നത്. അമ്മയ്ക്ക് അഭിനയമാണ് ഇഷ്ടമെങ്കിൽ ആ ഒരു അങ്ങനെ രീതിക്ക് പോട്ടെ. അങ്ങനെ ഞാൻ നോക്കുന്നത്. പക്ഷെ നമ്മളെപ്പോലുള്ള ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ കിച്ചുവിന് നല്ല വ്യക്തമായിട്ട് അറിയാം എന്തായാലും സിനിമയിലോ അല്ലെങ്കിൽ വലിയൊരു സൂപ്പർ സ്റ്റാർ ആവാനോ അമ്മ പോകുന്നില്ല എന്നുള്ള കാര്യം. അങ്ങനെ ആവുന്നതാവട്ടെ, നല്ല കാര്യമല്ലേ. ആവുന്നതിലാവട്ടെ, അതിന് സന്തോഷം മാത്രം. സന്തോഷം മാത്രം. അമ്മ എന്ത് ചെയ്താലും നമ്മൾക്ക് സന്തോഷം മാത്രം. അമ്മ എന്നും അമ്മ തന്നെയാണ്. അതെ. എന്തെങ്കിലും ആ ഒരു കുറവ് വന്നിട്ടുണ്ടോ? വന്നിട്ടൊന്നുമില്ല. ഒരു രണ്ടാം അമ്മയാണെന്നുള്ള തോന്നലും ഒരിക്കലും വന്നിട്ടില്ല. ഇല്ലില്ല, വന്നിട്ടില്ല. പഴയ അമ്മയെ പോലെ തന്നെയാണ്. പഴയ അമ്മയെന്ന് പറയാൻ ഞാൻ അമ്മ കണ്ടിട്ടില്ല. സോറി, കണ്ടിട്ടില്ലെന്നല്ല, കണ്ടിട്ടുണ്ട്. എന്നെ ഇടയ്ക്ക് പണ്ട് കുഞ്ഞിലെ പക്ഷെ ഓർമ്മയില്ല. അല്ല, ഓർമ്മയൊക്കെ ഉണ്ട്, അമ്മേനെ അറിയൊക്കെ ചെയ്യാം. പക്ഷെ അവരിത് അറിയത്തില്ല. തന്നെ എന്നെ ഇവിടെ കൊല്ലത്ത് നിൽക്കുമ്പോൾ ഇടയ്ക്ക് കാണാനൊക്കെ വരുമായിരുന്നു. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അവിടെയും പോയി നിൽക്കാറുണ്ടായിരുന്നു. അടുത്ത് ചെല്ലുമായിരുന്നു. അമ്മയുടെ വീട്ടിലോ? ആ, പോയി നിൽക്കാറുണ്ട്. പണ്ടുണ്ടായിരുന്ന ടൈമിൽ അവിടെ ചെല്ലുമായിരുന്നു, പോകാറുണ്ടായിരുന്നു. കിച്ചുവിന് സുധിച്ചേട്ടൻ തന്നതിൽ വെച്ചിട്ട് ഓർമ്മയിലുള്ള ഒരു സമ്മാനം എന്തായിരിക്കും? സമ്മാനമായിട്ട് അങ്ങനെയൊന്നുമില്ല. എനിക്ക് എപ്പോഴും സമ്മാനങ്ങളായിരിക്കും, എപ്പോഴും ഗിഫ്റ്റ് ആയിരിക്കും. എന്തൊക്കെയാ സുധിച്ചേട്ടൻ മേടിച്ചു തന്നിട്ടുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, കമ്പ്യൂട്ടർ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. എനിക്ക് ഈ അങ്ങനത്തെ ഈ സംഭവം ഉണ്ടല്ലോ, ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതലും വാങ്ങി തന്നിട്ട്. ഫോൺ, അങ്ങനത്തെ ഒക്കെ. ഫോണൊക്കെ ഇപ്പം അച്ഛൻ മേടിച്ച തന്നെയാണോ കയ്യിലിരിക്കുന്നത്? ഇതൊക്കെ അറിഞ്ഞാണോ മേടിച്ചത്? നീ പോയി ചോദിക്കും, അച്ഛാ എനിക്ക് മേടിച്ചതാ? ചോദിച്ചിട്ടാണോ മേടിച്ചു തന്നത്? അപ്പൊ ദേഷ്യം ഒന്നും പെടാറില്ല? നീ ഇപ്പോഴേ ഫോണിൽ കളിക്കണ്ട, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോക്കണ്ട? അച്ഛനെ വിളിക്കണമല്ലോ, എപ്പോഴും ഇവിടെ കാണണമെന്നില്ല. ഇങ്ങനെ വിളിക്കാനൊക്കെ അങ്ങനെ ഫോണൊക്കെ വാങ്ങി തരുമായിരുന്നു. പിന്നെ ഗെയിം കളിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഭയങ്കരമായിട്ട്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഇനിയുമുണ്ട് കുറെ. തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീണ്ടും കിച്ചുവിന് ഇന്റർവ്യൂ വേണമെന്നുള്ളവർ ഒന്ന് കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. ഒരു കാര്യം പറയുകയാണ്, ഈ പൊന്നുമോനെ എന്തിനാണ് രേണു സുധിയും കൂട്ടനും ദ്രോഹിക്കുന്നത്? എന്ത് നല്ല മനസ്സിന്റെ പൊന്നുമോനല്ലേ. അപ്പോൾ കിച്ചുവിന് ദൈവം ദീർഘായുസ് കൊടുക്കട്ടെ, എല്ലാ പ്രശ്നം തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, കിച്ചുവിന് നല്ലൊരു ലൈഫ് ദൈവം കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ ബൈ. ഓക്കെ.